എന്താ? എനിക്ക് ഗായത്രി ഒന്ന് കാണണം. ആളില്ലേ ഇവിടെ? ആളിവിടെ ഉണ്ട്, പക്ഷെ കാണാൻ സൗകര്യപ്പെടുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? ആ, അതങ്ങനെ. ഒരിക്കൽ നിങ്ങൾ കാണാൻ വന്നിട്ട് പോയതിന്റെ ദോഷം എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയോണ്ടാ. പ്ലീസ്, എനിക്ക് ഗായത്രിയോട് അത്യാവശ്യമായിട്ട് ചിലത് പറയാനുണ്ട്. എന്ത് അത്യാവശ്യമാണെങ്കിലും ഇപ്പൊ കാണാൻ പറ്റും തോന്നണില്ല. അങ്ങനെ പറയരുത്. ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. പ്ലീസ്. കാര്യം എന്താന്നുള്ളത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചോളാം. കൃഷ്ണേട്ടാ, സ്വാമി ചേട്ടനോട് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്ത കാര്യം പറഞ്ഞു കൃഷ്ണേട്ടാ? ദേ ഇപ്പൊ വിളിച്ചു വെച്ചല്ലോ. പിന്നെ ആ കൊച്ചു പിന്നി വന്ന് നിൽക്കുന്നുണ്ട്. കൊച്ചോ? ആരുടെ കാര്യം കൃഷ്ണേട്ടൻ പറയുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നോ? ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന്. കൃഷ്ണേട്ടാ, സാരമില്ല. കൃഷ്ണേട്ടാ, എന്തിനാ വന്നത്? സംശയിക്കണ്ട, ഞാൻ വന്നത് ഗായത്രിയെ കാണാൻ വേണ്ടി തന്നെയാ. നമ്മൾ തമ്മിലുള്ള വാക്കോർമ്മയുണ്ട്. ഇപ്പോഴും ഞാനിത് തെറ്റിച്ചിട്ടില്ല. പിന്നെന്തിനാ ഒരു കൂടിക്കാഴ്ച? ഇനി ഒരിക്കലും മുഖാമുഖം കാണില്ലെന്ന് കരുതിയതാ. ഗായത്രി മാത്രമല്ല, ആരെയും. അതിനുവേണ്ടിയാ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അവിടെയും ഭാഗ്യം സൈനയ്ക്കൊപ്പം ഇല്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കാണിച്ച മണ്ടത്തരം കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായി. ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റി. പിന്നെ ഗായത്രിയോടും ഗൗരിയോടും ഒന്ന് അന്തസ്സായി തോറ്റു തരാനും. ജീവൻ രക്ഷിച്ച ആളോട് ഇനി കമ്മിറ്റഡ് ആവാതെ പറ്റില്ലല്ലോ. ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട. സൈനയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഒരു പ്രത്യുപകാരവും എന്റെ അനിയത്തി ആവശ്യപ്പെടില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് അഥവാ അവളങ്ങനെ ആവശ്യപ്പെട്ടാ എനിക്ക് ആ സൗജന്യം ആവശ്യമില്ല. അതുകൊണ്ട് സൈനയ്ക്ക് അലന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. അലന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു പേടിയില്ല ഗായത്രി. പേടിയുള്ളത് മറ്റു ചില കാര്യങ്ങളില്ല. അതേക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നതും. പഴയ ശത്രുവായിട്ട് ഗായത്രി എന്നെ കാണരുത്. പഴയ ശത്രുവായിട്ടും കാണുന്നില്ല, പുതിയ സുഹൃത്തായിട്ടും കാണുന്നില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു കാര്യത്തിന്റെ പേരിലും ഒരു ബന്ധവും ഉണ്ടാവില്ല. ക്ഷമിക്കണം, എനിക്കല്പ തിരക്കുണ്ട്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ സൈനയ്ക്ക് പോവാം. ഗായത്രി പ്ലീസ്, ഒഴിവാക്കുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണം. സോറി, നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു ഡിസ്കഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയ്ക്കും എനിക്കും താല്പര്യമില്ല. ആ വിഷയത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയം നമുക്ക് മാറ്റിവെക്കാം. പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? ആ വിഷയത്തിലല്ലാതെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ബന്ധമുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ചുമതലയും ബാധ്യതയും എനിക്കുണ്ട്. മനസ്സിലായില്ല? ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഗൗരിയുടെ കാര്യമോ. ഗൗരിയുടെ കാര്യോ? അവളുടെ ഏത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയണം. അവളെക്കുറിച്ച് എന്താണ് പറയാൻ വന്നതെന്ന്. ഗായത്രി, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ഇപ്പൊ ഇതറിഞ്ഞതായിട്ട് ഗൗരിയോട് പറയുകയും ചെയ്യരുത്. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന എന്നെ ശുശ്രൂഷിക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഴയ ശത്രുതകളൊക്കെ മറന്ന് കാവലിരുന്നവളാ ഗൗരി. ഗൗരിയോടുള്ള പക പോക്കാൻ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൂടി എന്നെ കൊല്ലാൻ ശ്രമിച്ച ശില്പയിൽ നിന്നും എന്നെ രക്ഷിച്ചതും ഗൗരിയ.
ആ കഥകളൊക്കെ എനിക്കും അറിയാം. നിങ്ങളെ കാര്യം എന്താണെന്ന് പറയും. ഈ ചേച്ചി അറിയാതെ ഗൗരി ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. അവളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാവുന്ന ഒരു വലിയ രഹസ്യം. ഗൗരി എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്ന ഒരു രഹസ്യമുണ്ട്. അവൾ ഇന്നൊരു ക്യാൻസർ പേഷ്യന്റ്. എന്താണ് നീ പറഞ്ഞത്? എന്റെ ഗൗരിക്ക് ക്യാൻസർ ആണെന്നോ? ജീവൻ രക്ഷിച്ചവളെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയെ പടച്ചുണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞുള്ളോ? എന്റെ അനിയത്തിക്ക് ക്യാൻസർ ആണ് പോലും. ഇതാണോ നീ കണ്ടുപിടിച്ച മഹാരഹസ്യം? ഗായത്രി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സത്യമാണ്. എന്നോടത്ത് പറഞ്ഞത് ഡോക്ടർ ദേവബാല. സംശയം ഉണ്ടെങ്കിൽ ഇനി ഒരു അക്ഷരം നീ സംസാരിച്ചു പോകരുത്. ഞങ്ങളോട് ആരോടും ഇല്ലാത്ത അടുപ്പവും സ്നേഹമാണോ അവൾക്ക് നിന്നോടുള്ളത്? ദേ, ഈ കള്ളക്കഥയൊക്കെ ഈ ഗായത്രി വിശ്വസിക്കുന്ന കരുതിയോ നീ? കടക്ക് പുറത്ത്. ഗായത്രി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത് കള്ളമല്ല, സത്യമാണ്. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. നിങ്ങൾക്കൊക്കെ സങ്കടമാവുമെന്ന് കരുതി ഗൗരി എല്ലാവരിൽ നിന്നും ആ രഹസ്യം മറച്ചു വെക്കുക. നിർത്താൻ പറഞ്ഞില്ലേ നിന്നോട്? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. എന്താ മോളെ, എന്താ ഉണ്ടായത്? ഇവിടെ ഇവിടെ ഇറക്കി വിടുന്നുണ്ടോ? അത് ശരി. അപ്പൊ ഇത്തവണയും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വരവല്ലേ? ഗായത്രി, ഗായത്രി പ്ലീസ്. കൊച്ചെ, വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. വലിച്ച് പുറത്തേക്കാക്കി ഞാൻ. ഇറങ്ങി ഇവിടുന്ന്, ഇറങ്ങി പോവാൻ. ഗായത്രി ഇറങ്ങ പുറത്ത്. എന്താ മോളെ ഉണ്ടായത്? സത്യമാണോ നീ പറയുന്നത്? അതെ ബാബുച്ച, ഡോക്ടർ ദേവബാല എന്നോട് ഈ വിവരം പറഞ്ഞത്. കൊലച്ചതിയായി പോയല്ലോടാ സണ്ണിയെ. അവൾക്ക് അങ്ങനൊരു അസുഖം ദൈവം തമ്പുരാൻ കൊടുക്കേണ്ടിയിരുന്നില്ല. ആശുപത്രി വെച്ച് കണ്ടപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. അന്ന് തലകറങ്ങി വീണ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഓവർ സ്ട്രെയിൻ കൊണ്ടാണെന്നാ ഗൗരി പറഞ്ഞത്. യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത പെരുമാറ്റമായിരുന്നു അവളുടേത്. സ്വന്തം അസുഖത്തിന്റെ കാര്യം അവൾ തന്നെ ആദ്യം അറിഞ്ഞത്. ആരെ അറിയിക്കാതെ അവളത് കൊണ്ടു നടക്കുകയായിരുന്നു. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ചികിത്സിച്ച് മാറ്റാവുന്നതല്ലേ ഉള്ളൂ ഇത്.
ഡോക്ടർ ആയതുകൊണ്ട് ഗൗരിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ കാണത്തില്ലയോ സൈന? ബ്ലഡിൽ എത്രമാത്രം രോഗം ബാധിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രീറ്റ്മെന്റ് രോഗം മാറാനുള്ള സാധ്യതയൊക്കെ. പിന്നെ ഭാഗ്യവും. ഭാഗ്യമാണല്ലോ അവൾക്ക് ഇല്ലാതെ പോയതും. ഇത്രയും നല്ല മനസ്സുണ്ടായിട്ടും അവളെ ഒരിക്കൽ പോലും സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഓരോരോ പ്രശ്നങ്ങൾ, ഒന്നൊഴിയുമ്പോൾ അടുത്തത്. ഗായത്രിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി വന്നപ്പോൾ ഇതായിപ്പോ ഇങ്ങനെ. എൻ്റെ പേടി അതല്ല, സ്വന്തം കാര്യമായതുകൊണ്ട് അവളത് ഗൗരവമായി എടുക്കുമെന്നാ. ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സീരിയസ്നെസ്സേ അവളതിന് കൊടുക്കുന്നുള്ളതെന്നല്ലേ? ഞാൻ ഗായത്രിയോട് ഇക്കാര്യം സൂചിപ്പിച്ചു. പക്ഷേ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അവളോടുള്ള ദേഷ്യം തീർക്കാൻ ഞാൻ നുണ പറയുകയാണെന്ന് ഗായത്രി വിശ്വസിക്കുന്നത്. ഗൗരി സത്യം തുറന്നു പറയാത്തത് കൊണ്ട് ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ള ധാരണ മാറുകയില്ല. ചണ്ണിച്ചായൻ പറഞ്ഞ ഗായത്രി വിശ്വസിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ സത്യം എന്താണെന്ന് അറിയിക്കണം. അത് ശരിയാ സണ്ണിച്ചായ. സണ്ണിച്ചായനായിട്ട് തന്നെ ആ സത്യം ഗായത്രിയോട് പറയണം. അതിനു മുമ്പ് എനിക്ക് ഡോക്ടർ ദേവപാലനെ ഒന്ന് കാണണം. കഴിയുമെങ്കിൽ ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുപോയി ഗായത്രിയെ കൺവിൻസ് ചെയ്യിക്കാമല്ലോ. സണ്ണി, ആ എന്നതാ പച്ച? ഒന്നുമില്ല, നീ പോയിട്ട് വാ. പറ്റുമെങ്കിൽ ഗൗരിയെ ഒന്ന് കാണണം. ചികിത്സ പെട്ടെന്ന് തുടങ്ങാൻ പറയണം. ഞാൻ പറഞ്ഞെന്ന് പറയണം. ഒന്നും വരികയില്ല, വരുത്തുകയില്ല. കർത്താവ് തമ്പുരാൻ അത്രയ്ക്ക് കണ്ണില്ലാത്തവനൊന്നും അല്ലല്ലോ. എന്നാ ഞാൻ പോയിട്ട് വരാം. എൻ്റെ കർത്താവേ, എൻ്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ നിന്നോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഞാൻ മേനോൻ്റെ മോൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയാണ്. അവളുടെ ദീനം പുറത്ത് ആ പെങ്കൊച്ചിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. അവൾക്ക് നേരെ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം പുറത്തതുപോലെ ഗൗരിക്ക് നീ രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമേ. പാപ്പിച്ചായ, പാപ്പിച്ചായനെ പോലെ പാപിയായ ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും അവൾക്ക് വേണ്ടി ചങ്കു നൊന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനല്ലേ എനിക്ക് കഴിയൂ. നാലഞ്ച് ദിവസം മുമ്പ് വരെ അവളുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഇന്ന് അവൾക്ക് വേണ്ടി നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുക. ദൈവം തമ്പുരാൻ അതൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ഇല്ല പാപ്പിച്ചായ, അത് അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായതുകൊണ്ട് കർത്താവ് അത് കേട്ടിട്ടുണ്ടാവും. പാപ്പിച്ചായന് ഇനിയൊരു നേർച്ചക്കടം ബാക്കിയുണ്ട്. നിന്റെ ജീവന് വേണ്ടി ഞാൻ മാതാവിനോട് അപേക്ഷിച്ചതാ. ഇപ്പോ ഞാൻ എൻ്റെ മറ്റൊരു മോൾക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്.
മാതാവ് അവളെ ഒരിക്കലും കൈവിടില്ല. നിന്നെ എനിക്ക് തിരിച്ചു തന്ന പോലെ അവളെ എനിക്ക് തിരിച്ചു തരും. അവൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയും പങ്കപ്പാടും ഒക്കെ കണ്ട് നിന്റെ അമ്മച്ചി ഇപ്പോ സ്വർഗരാജ്യത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അവളുള്ളപ്പോ അവള് പറഞ്ഞൊന്നും നമ്മുടെ കണ്ണു തുറപ്പിച്ചില്ലല്ലോ. പാപ്പിച്ചായ, സണ്ണിച്ചായൻ ഇപ്പൊ വിളിച്ചിരുന്നു. ഗായത്രി വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളോട് ഡോക്ടർ തന്നെ പറഞ്ഞു നാളെ അവളെ ട്രീറ്റ്മെന്റിന് എറണാകുളത്തേക്ക് കൊണ്ടുപോവാണെന്ന്. എന്റെ ഭഗവതി, എന്തിനാ ഇങ്ങനൊരു ദുർവിധി അതിന് കൊടുത്തത്? എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി ഓടിച്ചാടി നടന്നതല്ലായിരുന്നോ ആ പാവം? എന്നിട്ടിപ്പോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണ കാര്യമല്ലല്ലോ ലതേ. തലയിൽ വര വീണിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ചികിത്സ കൊണ്ട് അത് ഭേദപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നാലും അവൾക്കിത് ആരോടും പറയാൻ തോന്നിയില്ലല്ലോ. ഒന്നുമില്ലേലും ആ പെണ്ണ് കയറി വന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും നമുക്കിത് അറിയാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്തേലും സംഭവിച്ചു കഴിഞ്ഞേ നമുക്കിത് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോ കൂടെ കൂടെ ഗൗരിമോൾക്ക് ക്ഷീണവും തളർച്ചയും വന്നത് ഇതിന്റെ ദണ്ണം കൊണ്ട് തന്നെയായിരിക്കും അല്ലേ? എന്നാലും മോളുടെ ഒരു ധൈര്യം സമ്മതിക്കണം. ഒന്നുമില്ലാന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും ഇങ്ങനൊരു ഭാരം നെഞ്ചു കൊണ്ട് നടക്കായിരുന്നല്ലോ എൻ്റെ മോള്. ഈശ്വര, അറിഞ്ഞതു മുതല് ഗായത്രിയുടെ കരച്ചിൽ കണ്ട സഹിക്കില്ല. ഇതൊക്കെ നമ്മൾ തന്നെ കാണേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നിങ്ങൾ ഗായത്രിയുടെ അടുത്തുനിന്ന് ചെന്ന് എന്തേലും പറഞ്ഞ് അതിനെ ഒന്ന് ആശ്വസിപ്പിക്കേ. എന്തു പറഞ്ഞാ ഞാൻ അതിനെ ആശ്വസിപ്പിക്കുക? ചികിത്സിച്ച് ഭേദമാക്കാന്നൊക്കെ പറഞ്ഞാലും ഇമ്മാതിരി അസുഖങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരു ഞാണുമ്മ കളി തന്നെയാ. അത് നേരാ. ചേച്ചിയുടെ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ട് തന്നെയാ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് ഗൗരിമോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പാവോ ചേച്ചി, നമ്മുടെ കഷ്ടപ്പാട് സമയത്ത് നമ്മളെ ഒരുപാട് സഹായിച്ച വ്യക്തി. പാവമല്ലെന്നോ സഹായിച്ചിട്ടില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അന്ന് അയാളെ നിന്നെ സഹായിച്ചതിന് മാന്യമായ രീതിയിൽ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അയാളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മോളെ, കൃഷ്ണേട്ടാ, എന്റെ ഗൗരി. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എങ്ങനെയാ മോളെ? ഗൗരിക്കിപ്പോ നമ്മൾ വേണ്ടേ ധൈര്യവും സമാധാനമൊക്കെ കൊടുക്കാൻ?
മോൾ ഇങ്ങനെ കരഞ്ഞും പറഞ്ഞിരുന്ന അത് അവൾക്കൊരു വിഷമാവില്ലേ? അവൾ അമ്പലത്തിൽ നിന്ന് വന്നോ കൃഷ്ണേട്ടാ? ഇല്ല. പ്രാർത്ഥിക്കട്ടെ, മനസ്സുരുകി പ്രാർത്ഥിക്കട്ടെ. അവള് പ്രാർത്ഥിച്ച ഈശ്വരൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല മോളെ. അസുഖം നേരത്തെ കണ്ടുപിടിച്ചത് കൊണ്ട് ഭേദമാക്കാൻ പറ്റുന്നല്ലേ ദേവൻ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ മോള് പേടിക്കുന്നേ? ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ലെന്നേ. നോക്കൂ, അമ്പലത്തിന്ന് വരുന്ന വഴിക്ക് മോളിങ്ങനെ ഇരിക്കണ കണ്ട ഗൗരിക്ക് അതൊരു വിഷമാവും. നമ്മൾ വെറുതെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. കൃഷ്ണേട്ടൻ പൊയ്ക്കോളൂ, അവള് വരുമ്പോഴേക്കും ഞാൻ വന്നോളാം.